ഹലോ ഫ്രണ്ട്സ്, ഞാൻ അമീൻ അഹമ്മദ് ബി വി. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സോഷ്യൽ ആഡ് വേൾഡ് എന്നുള്ളൊരു അടിപൊളി വെബ്സൈറ്റിനെ കുറിച്ചാണ്. ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അതുപോലെ തന്നെ നല്ല സ്റ്റാൻഡേർഡുള്ളൊരു വെബ്സൈറ്റാണ് സോഷ്യൽ ആഡ് വേൾഡ് എന്നുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്നുള്ളത് നമുക്ക് ഡെയിലി ഈ ഒരു വെബ്സൈറ്റ് നമുക്ക് ഇൻകം നൽകുന്നുണ്ട്. നമുക്കറിയാം, സാധാരണഗതിയിൽ ഒരു കമ്പനി മറ്റുള്ളവരെ റെഫർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഇൻകം കിട്ടാറ്. എന്നാൽ ഇതിൽ നമുക്ക് ജോയിൻ ചെയ്യിപ്പിച്ച ഓരോ വ്യക്തിയും ഡെയിലി അഡ്വർടൈസ്മെൻറ്റ് കാണുന്നത് നമുക്ക് ഇതിൽ ഡെയിലിയാണ് ഇൻകം കിട്ടുന്നത്. മാത്രമല്ല, ഇതിൽ കിട്ടുന്ന ഇൻകം നമുക്ക് ബാങ്ക് വഴിയും അതുപോലെ തന്നെ റീചാർജ് വഴിയും അല്ലെങ്കിൽ പേപ്പാൽ വഴിയും നമുക്ക് പിൻവലിക്കാവുന്നതാണ്. മറ്റൊരു കാര്യം എന്നത്, ഇതിൽ നമുക്ക് 20 അഡ്വർടൈസ്മെൻറ്റ് കാണാൻ നമുക്ക് ആകെ വേണ്ടത് 1 മിനിറ്റാണ്. കമ്പനി നമുക്ക് റെഫറൽ ഇൻകം, അതുപോലെ തന്നെ ടീം ആഡ് വ്യൂ ഇൻകം, അതുപോലെ തന്നെ റീപർച്ചേസ് ഇൻകം എന്ന 3 തരത്തിൽ ഇൻകം തരുന്നുണ്ട്. ഇതിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ 100% ഫ്രീ ആണ്, തികച്ചും സൗജന്യമാണ്. കമ്പനിയെ കുറിച്ച് ഡീറ്റെയിൽ ആയി പറയുന്നത് ഈ വീഡിയോ അല്പം ലോങ് ആണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്തവരാണെങ്കിൽ കുറച്ച് സ്കിപ്പ് ചെയ്ത് കാണുക. കാരണം സ്റ്റാർട്ടിങ്ങിൽ ജോയിൻ പ്രോസസ്സാണ്. പിന്നീട് ഈ കമ്പനിയുടെ വെബ്സൈറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്, പിന്നീട് ഇതിൻ്റെ ഇൻകം തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതെന്ന ജോയിൻ പ്രോസസ്സിലേക്ക് കിടക്കാം. ഓക്കെ, ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ വാട്സപ്പിൽ നിന്നാണ് കാണുന്നതെങ്കിൽ അതിൽ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നിങ്ങളുടെ ബ്രൗസർ സെലക്ട് ചെയ്യുക. ശേഷം ഇങ്ങനെ ആയിരിക്കും തുറന്നു വരുന്നത്. സ്പോൺസർ ഐ ഡി എന്നെടുത്ത് ഓട്ടോമാറ്റിക്കലി ഒരു നമ്പർ വന്നിട്ടുണ്ടാവും. അവിടെ വന്നിട്ടില്ലെങ്കിൽ ഇവിടെ കാണുന്ന ഈ നമ്പർ നിങ്ങൾ അവിടെ ഡയൽ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഫുൾ നെയിം എന്നുള്ളിടത്ത് നിങ്ങൾ നെയിം കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, ഇമെയിൽ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക. ഓക്കെ, പിന്നെ കൺഫേം പാസ്വേഡ് നിങ്ങൾ കൊടുക്കുക. അവിടെ പാസ്വേഡ് അടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, 8 അക്കത്തിൽ കൂടാൻ പാടില്ല പാസ്വേഡ്. അത് കൂടിയാൽ പിന്നെ നമ്മൾ കൺഫേം അടിക്കുമ്പോൾ പിന്നെ ഒരു എറർ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ സെക്സ് മെയിലാണോ ഫീമെയിലാണോ കൊടുക്കുക, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഓക്കെ, അതെല്ലാം നമുക്ക് അറിയുന്നത് തന്നെയാണ്. ഇനി നമ്മുടെ സിറ്റി ഏതാണെന്ന് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം ടേംസ് ആൻഡ് കണ്ടീഷനിൽ ടിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ കാണുന്ന രജിസ്റ്റർ നൗ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. ഇവിടെ സബ്മിറ്റ് ഇൻ പ്രോഗ്രസ് എന്ന് കാണിക്കുന്നു. പിന്നെ അടുത്ത മെനു OTP ആണ്, 1 ടൈം പാസ്വേഡ്. നമ്മുടെ ഫോണിലേക്ക് ഒരു OTP മെസ്സേജ് വരും. ആ ഒരു മെസ്സേജ് നിങ്ങൾ ഇവിടെ എൻ്റർ OTP നിങ്ങൾ അടുത്ത് ഡയൽ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങളിതിൽ ജോയിൻ ആയി കഴിഞ്ഞു, നിങ്ങളുടെ മൊബൈൽ നമ്പർ വെരിഫൈഡ് ആയി കഴിഞ്ഞു. പക്ഷേ നിങ്ങളുടെ അക്കൗണ്ട് ഇപ്പോൾ ആക്റ്റീവ് അല്ല. അക്കൗണ്ട് ആക്റ്റീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ യൂസർ ലോഗിൻ എന്നുള്ളിടത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഡയൽ ചെയ്യുക. ശേഷം അവിടെ പാസ്വേഡും ഡയൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ലോഗിൻ ചെയ്താൽ ഇങ്ങനെ ആയിരിക്കും വരിക. അവിടെ 5 ടാസ്ക് ഉണ്ടാവും. സിമ്പിൾ ടാസ്ക്കാണ് ഇത്. നമ്മൾ ആകെ ഒരു പ്രാവശ്യം മാത്രമേ ചെയ്യേണ്ടുള്ളൂ. ഒറ്റ പ്രാവശ്യം മാത്രമേ 5 ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സിമ്പിൾ ടാസ്ക്കാണ്. അവിടെ അവരുടെ ഫേസ്ബുക്ക് പേജിൽ ലൈക്ക് ചെയ്യുക. അവിടെ കുറച്ച് കാത്തുനിന്നാൽ അവിടെ ലൈക്ക് എന്നുള്ള ബട്ടൺ വരുന്നത് കാണാം. ആ ഫേസ്ബുക്കിൻ്റെ അടിയിൽ ഓക്കെ വന്നു. അപ്പോൾ നീല ലൈക്ക് എന്നുള്ള ബട്ടൺ ടിക്ക് ചെയ്യുക. ആ ഒരു ഫേസ്ബുക്ക് പേജ് കയറി ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്ക് ലോഗിൻ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ പോയി ലോഗിൻ ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക. പിന്നെ അവിടെ നെക്സ്റ്റ് എന്നുള്ള അത് അടിക്കുക. പിന്നെ അടുത്ത ടാസ്ക് അവിടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ്. ഇവിടെ ഇപ്പം ഒരു യൂട്യൂബിനുള്ള ബട്ടൺ വന്നിട്ടുണ്ട്. അതിനെ ടിക്ക് ചെയ്യാൻ നമ്മൾ യൂട്യൂബിലേക്ക് പോകും. അവിടെ പോയിട്ട് അവരുടെ യൂട്യൂബ് ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ബാക്ക് അടിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ അമർത്തുക. ഇനി ഫ്ലിപ്കാർട്ട് എന്നുള്ള ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി അവിടെ ഫ്ലിപ്കാർട്ട് ആപ്പ് ഇൻസ്റ്റാൾ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് 1 ടൈം മാത്രം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുള്ളൂ. ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്താണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ബാക്ക് അടിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് അടിക്കുക. ശേഷം നമ്മുടെ കമ്പനിയുടെ സ്വന്തം ആപ്ലിക്കേഷനായ B2R ആപ്പ് എന്നുള്ള അവിടെ ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഈ ആപ്പ് എന്നുള്ളതാണ് നമുക്ക് Paytm പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന, റീചാർജ് ചെയ്യാനും മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആപ്പാണ്. നമുക്കിതിൽ നിന്ന് കിട്ടുന്ന പൈസ നമുക്ക് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് റീചാർജ് കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇത് ഇൻസ്റ്റാളേഷൻ പൂർത്തിയായിട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ബാക്ക് അടിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ അമർത്തുക. അപ്പോൾ നമ്മുടെ എല്ലാ ടാസ്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു.
അപ്പോൾ ഇനി താഴെ കാണുന്ന ഫിനിഷ് ടാസ്ക് എന്നുള്ള ബട്ടൺ അമർത്തുക. ഓക്കെ, ഇനി താഴെ നമ്മുടെ തീർച്ചയായിട്ടും ഇത് ഫിനിഷ് ചെയ്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ID ബ്ലോക്ക് ചെയ്യുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കൺഫേം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി പോപ്പപ്പ് എനേബിൾ ചെയ്യാണ് വേണ്ടത്. നിങ്ങൾ ക്രോം ബ്രൗസറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മുകളിൽ കാണുന്ന ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സിൽ നിങ്ങൾ ഇവിടെ സൈറ്റ് സെറ്റിങ്സ് എടുക്കുക. സൈറ്റ് സെറ്റിങ്സിൽ പോപ്പപ്പ് അപ്സ് എന്ന് കാണാം. അവിടെ ബ്ലോക്ക്ഡ് എന്നാണെങ്കിൽ അവിടെ നിങ്ങൾ അത് ഓണാക്കി എടുക്കുക. ഓക്കെ, എന്നിട്ട് ബാക്ക് അടിക്കുക. അപ്പോൾ നിങ്ങളുടെ പോപ്പപ്പ് എനേബിളായി കഴിഞ്ഞു. ഇനി നമ്മൾ സൈറ്റിൻ്റെ ഓപ്ഷൻ, അതായത് അവിടെ 3 വരെ കാണുന്ന അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അവിടെ ഡാഷ്ബോർഡ് എന്നത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ സൈറ്റിൻ്റെ ഡാഷ്ബോർഡിൽ എത്തിക്കഴിഞ്ഞു. ടുഡേ ആഡ് സ്റ്റാറ്റസ് എന്നുള്ളിടത്ത് പെൻഡിങ് എന്നാണ് കാണുന്നത്. അതിനർത്ഥം നമ്മളിന്ന് ആഡ് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. എൻ്റെ ബാലൻസ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ $0.50 ഇപ്പോൾ എൻ്റെ ഇതിലുള്ളത്. നമ്മൾ ആഡ്സ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ടുഡേ ആഡ്സിൻ്റെ അവിടെ മോർ ഇൻഫോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അഡ്വർടൈസ്മെൻറ്റ് വരൽ. ഇവിടെ വ്യൂ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഓരോ ആഡ്സും കാണാം. അത് വ്യൂ എന്നുള്ളിടത്ത് ജസ്റ്റ് ടിക്ക് ചെയ്യുക, ബാക്ക് അടിക്കുക. ശേഷം ഒത്ത ആഡ് കാണാം, പിന്നെ അത് കാണാം, എന്നിട്ട് ബാക്ക് അടിക്കുക. നമുക്ക് ഇതെല്ലാം പെട്ടെന്ന് കണ്ടെടുക്കാൻ പറ്റും. വ്യൂ എന്ന് എടുക്കുക, പിന്നെ നമുക്ക് പെട്ടെന്ന് ബാക്ക് അടിക്കുക. ഇനി 4-മത്തത് കാണാം, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ബാക്ക് അടിക്കുക, ക്ലിക്ക് ചെയ്യുക, ബാക്ക് അടിക്കുക. ആഡ്സ് ചെയ്യാൻ നമുക്ക് 20 ആഡ്സും 1 മിനിറ്റുള്ളിൽ തന്നെ നമുക്ക് കണ്ടെടുക്കാൻ പറ്റും. ഓക്കെ, ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ആ വ്യൂ എന്നുള്ള ടിക്ക് ചെയ്യുക, ബാക്ക് അടിക്കുക. അങ്ങനെ അടിച്ച് 20 അഡ്വർടൈസ്മെൻറ്റ് കാണാൻ നമുക്ക് വെറും 1 മിനിറ്റ് മതി. പെട്ടെന്ന് അടിച്ച് തീർക്കാനേ ഇതുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ വ്യൂ എന്നുള്ളിടത്തെല്ലാം സീൻ എന്ന് വന്നിട്ടില്ലെന്ന് ജസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അങ്ങനെ എല്ലാം 20 അഡ്വർടൈസ്മെൻറ്റ് പെട്ടെന്ന് തന്നെ നമ്മൾ കണ്ട് തീർക്കുക. ഓക്കെ, ഇപ്പോൾ 20 അഡ്വർടൈസ്മെൻറ്റും കണ്ടിട്ടുണ്ട്. എല്ലാ 20 എണ്ണത്തിൻ്റെ നേരം സീൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഡാഷ്ബോർഡിലേക്ക് പോകാം. ഇവിടെ നേരത്തെ $0.50 ഉള്ളത് ഇപ്പോൾ $65 ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ടുഡേ ആഡ്സ് എന്നുള്ളത് പെൻഡിങ് എന്നുള്ളിടത്ത് ഇപ്പോൾ സീൻ എന്നായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ടീം എങ്ങനെ കാണുമെന്ന് നോക്കാം. മൈ ടോട്ടൽ ടീമിൻ്റെ അടിയിൽ മോർ ഇൻഫോയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ടീം ലിസ്റ്റ് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾ ഡയറക്റ്റ് ജോയിൻ ചെയ്യിപ്പിച്ചവർ ഇവിടെ ഫസ്റ്റ് ലെവൽ വരും. പിന്നെ നിങ്ങൾ ഫസ്റ്റ് ലെവൽ ആരൊക്കെയാണുള്ളത് അവർ മറ്റുള്ളവരെ ജോയിൻ ചെയ്യിപ്പിക്കുന്നവർ സെക്കൻഡ് ലെവൽ, അവർ ജോയിൻ ചെയ്യിപ്പിക്കുന്നത് തേർഡ് ലെവൽ, അങ്ങനെ വരും. ഇവരുടെ ഇൻകമെല്ലാം നമുക്ക് ഡയലി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓപ്ഷൻസിൽ നമ്മൾ ഡാഷ്ബോർഡ് എടുക്കുക. ഓക്കെ, ഇനി മറ്റുള്ളവരെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സെൻഡ് റെഫർ ലിങ്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിൽ സെൻഡ് ഓൺ വാട്സപ്പിലൊക്കെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ റെഫർ ചെയ്യാം. അപ്പോൾ പുതിയ അപ്ഡേറ്റ് വന്നപ്പോൾ ചെറിയൊരു ചേഞ്ച് ഉണ്ട്, എന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യുക, എന്നിട്ട് അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ ലിങ്ക്. ഇനി ആ ലിങ്കുമേ ക്ലിക്ക് ചെയ്ത് പിടിച്ചാൽ നമുക്ക് മറ്റുള്ളവർക്കും ഇത് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ആകർഷകമായിട്ടുള്ള ഒരു ഇൻവൈറ്റ് മെസ്സേജിൻ്റെ കൂടെ നിങ്ങൾ ഈ ഒരു ലിങ്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മറ്റുള്ളവർക്ക് നിങ്ങൾ റെഫർ ചെയ്യുക. നമുക്ക് നമ്മുടെ സൈറ്റ് എല്ലാ ദിവസവും തുറക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ദിവസവും സെർച്ച് ചെയ്ത് അതിൽ ലോഗിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ലോഗിൻ ചെയ്യാൻ ഒരു അപ്ലിക്കേഷൻ രൂപത്തിൽ ഉപയോഗിക്കാൻ നമുക്കൊരു ട്രിക്കാണ് പറഞ്ഞിരുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സൈറ്റിലേക്ക് ഫസ്റ്റ് ലോഗിൻ ചെയ്യുക. എന്നിട്ട് അപ്പോൾ അവിടെ ക്രോം ബ്രൗസർ ആണെങ്കിൽ പൊതുവേ അവിടെ പാസ്വേഡ് ഓട്ടോമാറ്റിക് സേവ് ചെയ്യുന്ന ഓപ്ഷൻ വരുന്നുണ്ട്. അവിടെ സേവ് അടിക്കുക. എന്നിട്ട് നിങ്ങളുടെ സൈറ്റിൽ നിന്ന് ലോഗ് ഔട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്രോം ബ്രൗസറിൻ്റെ മുകളിൽ കാണുന്ന ആ 3 ഡോട്ടുമ്മേൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അവിടെ നമ്മൾ ആഡ് ഹോം സ്ക്രീൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നമ്മൾ ആഡ് അയക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു സൈറ്റിൻ്റെ ഇത് നമ്മുടെ ഹോം സ്ക്രീനിലേക്ക് വരും. അപ്പോൾ നമ്മുടെ ഹോം സ്ക്രീനിൽ പോയിട്ട് ജസ്റ്റ് ടൈമായിരുന്നു ക്ലിക്ക് ചെയ്താൽ നേരെ ഈ സൈറ്റിലേക്ക് വരും. എന്നിട്ട് ഈ പാസ്വേഡ് അവിടെ ഓട്ടോമാറ്റിക്കലി എൻ്റർ ആയിട്ടുണ്ടാവും. എന്നിട്ട് അവിടെ നമ്മൾ ലോഗിൻ ചെയ്താൽ നേരെ നമുക്ക് സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ രൂപത്തിൽ തന്നെ നമ്മുടെ സൈറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ട്രിക്കാണിത്. നമുക്ക് നമ്മുടെ കമ്പനിയിൽ നിന്നുള്ള ഇൻകം അതുപോലെ തന്നെ ലീഗലായിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കമ്പനിയുടെ പാൻ കാർഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൽ കാണാം നമ്മുടെ കമ്പനിയുടെ പേര് ട്രേഡ് മാർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന്. അതുപോലെ തന്നെ കമ്പനിയുടെ ലീഗൽ സർട്ടിഫിക്കറ്റ്സ് ആണ് ഇതെല്ലാം, ഇൻകോർപ്പറേറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ലീഗൽ ഡോക്യുമെൻറ്റ്സും ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനിയൊക്കെ ഇതിൽ നിന്ന് പ്രൂഫ് കാണിക്കാം. നമ്മുടെ ഫ്രണ്ട്സിനെല്ലാം കിട്ടിയ പ്രൂഫാണ്. ഈ പ്രൂഫിലെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും JTS ട്രേഡ് മാർക്ക് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയുടെ പേര് കാണാൻ പറ്റും. ഇതെല്ലാം നമ്മുടെ ഈ ആപ്ലിക്കേഷനിൽ നിന്ന് ബാങ്കിലേക്ക് സെൻഡ് ചെയ്തതിൻ്റെ പ്രൂഫാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതെല്ലാം നമ്മുടെ കമ്പനിയിൽ നിന്ന് നമ്മുടെ ആ B2 റീചാർജിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അതിൽ നിന്ന് മറ്റു ഫോണിലേക്കും മറ്റും റീചാർജ് ചെയ്തതിൻ്റെ പ്രൂഫാണ് മുകളിൽ കൊടുത്തത്.
ഇവിടെ കാണാം നമുക്ക് 50 രൂപ എയർടെല്ലിലേക്കും 30 രൂപ BSNL ഒക്കെ ആ ആപ്പിൽ നിന്ന് നമ്മൾ റീചാർജ് ചെയ്തതിൻ്റെ പ്രൂഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇൻകം കിട്ടുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിതിൽ നിന്ന് കാര്യമായിട്ട് 3 തരത്തിലാണ് ഇൻകം ഉള്ളത്. ഒന്നത് ടീം ആഡ് വ്യൂ ഇൻകം, ഡെയിലി നമ്മുടെ സുഹൃത്തുക്കൾ അഡ്വർടൈസ്മെൻറ്റ് കാണുന്നതിന് കിട്ടുന്ന ഡെയിലി ഇൻകം. മറ്റൊന്ന് റെഫറൽ ഇൻകം, ഇത് എക്സ്ട്രാ ബോണസായിട്ട് കമ്പനി തരുന്ന ഇൻകമാണ് നമ്മൾ ഒരുപാട് പേരെ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ. പിന്നെ റീപർച്ചേസ് ഇൻകം, അത് പുതുതായിട്ട് വരുന്നതാണ്. നമ്മുടെ കമ്പനിയിൽ ഒരുപാട് പ്രൊഡക്ട്സ് വരുന്നുണ്ട്, അതിന് കിട്ടുന്ന ഇൻകമാണ്. അപ്പോൾ ആദ്യമായിട്ട് എങ്ങനെയാണ് ടീം ആഡ് വ്യൂ ഇൻകം എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ സെൽഫായിട്ട് ഡെയിലി അഡ്വർടൈസ്മെൻറ്റ് കാണുമ്പോൾ നമുക്ക് 9 രൂപ അഥവാ $0.15 ഡെയിലി നമുക്ക് കിട്ടും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് ഡെയിലി കിട്ടുന്ന ഇൻകമാണ്. പിന്നെ മറ്റൊന്നുള്ളത്, ഒരു ഉദാഹരണത്തിന് 10 പേര് നമ്മൾ ജോയിൻ ചെയ്യിപ്പിച്ചു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെവൽ നമുക്ക് ഡെയിലി 24 രൂപ നമുക്ക് കിട്ടും. ഈ 10 പേര് വെച്ച് ജോയിൻ ചെയ്യിപ്പിച്ചാൽ നമുക്ക് നമ്മുടെ സെക്കൻഡ് ലെവൽ 120 രൂപ, അതായത് ഇത് നിങ്ങൾ കൂട്ടി പോയാൽ മതി. പിന്നെ തേർഡ് ലെവൽ ആകുമ്പോൾ 600 രൂപ, ഫോർത്ത് ലെവൽ ആകുമ്പോൾ 3000 രൂപ. ഓരോ ലെവലിൻ്റെ ഡീറ്റെയിൽസിലാണ് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഡെയിലി കിട്ടുന്ന ഇൻകമാണ്, അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. ഇത് റഫറിങ് ടൈമിൽ മാത്രമല്ല, ഡെയിലി കിട്ടുന്ന ഇൻകം. ഇവിടെ കൊടുത്തത് വെറും 10 പേരെ മാത്രം ജോയിൻ ചെയ്യിപ്പിക്കുന്ന ഉദാഹരണമാണ്. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എത്ര പേരാണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യിപ്പിക്കാം, 1000 1 ലക്ഷം ആണെങ്കിൽ ജോയിൻ ചെയ്യിപ്പിക്കാം. ഇവരെല്ലാവരും ഡെയിലി അഡ്വർടൈസ്മെൻറ്റ് കാണുന്നത് നിങ്ങൾക്ക് ഡെയിലി ഇൻകം കിട്ടും. അതുപോലെ തന്നെ അവർ മറ്റുള്ളവരെ റെഫർ ചെയ്യുമ്പോൾ അവരുടെ അഡ്വർടൈസ്മെൻറ്റ് കാണുന്നതിനും, അതുപോലെ തന്നെ അവരുടെ അണ്ടറിലുള്ളവർ റെഫർ കാണുന്നതിനും നമുക്ക് ഇൻകം കിട്ടും. എല്ലാ ദിവസവും ഇൻകം കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഡെയിലി വരുമാനമായിട്ട് കൂട്ടാവുന്ന സംഖ്യയാണിത്. ഇനി റഫറൽ ഇൻകം എന്താണെന്ന് നോക്കാം. റഫറൽ ഇൻകം എന്നുള്ളത് നമുക്ക് ഡെയിലി ആഡ്സ് കാണുന്നതിന് പുറമേ കമ്പനി എക്സ്ട്രാ തരുന്ന ബോണസാണ്. ഇത് നമ്മൾ 10 പേര് നമ്മുടെ ഫസ്റ്റ് ലെവൽ ജോയിൻ ചെയ്യിപ്പിക്കും, കമ്പനി നമുക്ക് $1 തരുന്നു. അതുപോലെ തന്നെ ഈ 10 പേര് വെച്ച് സെക്കൻഡ് ലെവലാകുമ്പോൾ $7 കമ്പനി എക്സ്ട്രാ ബോണസ് ചെയ്ത് തരുന്നു. അതുപോലെ തന്നെ ഈ 100 പേര് 10 പേരെ വെച്ച് ജോയിൻ ചെയ്യിപ്പിച്ച് തേർഡ് ലെവൽ അപ്പോൾ 1000 പേരാവും. അപ്പോൾ നമുക്ക് കമ്പനി $20 എക്സ്ട്രാ ചെയ്ത് തരുന്നു. ഓരോ ഡോളറും 60 രൂപയാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതെല്ലാം ബാക്കി ഡീറ്റെയിൽസ് എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് എക്സ്ട്രാ ആയിട്ട് കിട്ടുന്ന ഇൻകമാണെന്നും പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അടുത്ത് റീപർച്ചേസിങ് ഇൻകം എന്താണെന്ന് നോക്കാം. ഇത് നമുക്ക് കമ്പനി ഇതിലൊരുപാട് പ്രൊഡക്ട്സ് നമ്മുടെ കമ്പനിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടീമിലുള്ള ഓരോ വ്യക്തിയും ഓരോ പ്രോഡക്റ്റ് വാങ്ങുന്നതിന് നമുക്ക് കിട്ടുന്ന ഇൻകത്തിൻ്റെ കമ്മീഷൻ്റെ ലെവലും ലിസ്റ്റുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ബാങ്കിലേക്കും അതുപോലെ തന്നെ B2R അവരുടെ ആപ്പിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഡീറ്റെയിൽസ് നോക്കാം. നമുക്ക് B2Rലേക്ക് ആദ്യമേ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി $10 ആയാൽ തന്നെ നമുക്ക് B2Rലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇത് പെട്ടെന്ന് തന്നെ ആവും. പിന്നെ ബാങ്ക് വിഡ്രോ നമുക്ക് $20 ആയാലും നമുക്ക് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. പിന്നെ സെക്കൻഡ് വിഡ്രോ ചെയ്യാൻ $50 ആയാൽ ബാങ്കിലേക്ക് സെക്കൻഡ് വിഡ്രോ ചെയ്യാൻ പറ്റും. പിന്നെ പേപ്പാൽ ഉടൻ തന്നെ വരുന്നുണ്ട്, അതിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് ഇതെല്ലാം ട്രാൻസ്ഫർ ചെയ്യൽ 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെയുള്ള ഇടയ്ക്കാണ് നമ്മൾ ഇതിനുള്ള റിക്വസ്റ്റ് കൊടുക്കേണ്ടത്. 25-ാം തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള ഓരോ മാസവും നമുക്ക് ഇതിൻ്റെ ഇൻകം, അതായത് അത് നമ്മുടെ ബാങ്കിലേക്ക് ക്രെഡിറ്റ് ആവും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബുക്ക് മാർക്ക് ചെയ്ത് വെച്ചാണ് ഇവിടെ ഇപ്പോൾ ഹോം സ്ക്രീനിൽ സോഷ്യൽ ആഡ്വേർഡ് എന്ന് പറയുന്ന ഈ ഐക്കൺ. ഓക്കെ, അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് സൈറ്റിലേക്ക് ഡയറക്റ്റ് പ്രവേശിക്കാം. ഓക്കെ, സൈറ്റിലേക്ക് ലോഗിൻ ചെയ്തു, നമ്മുടെ ലോഗിൻ സെക്ഷനാണ്. ഓക്കെ, അപ്പോൾ സൈറ്റിൻ്റെ ഹോം പേജിലേക്ക് നമുക്ക് പോകാം. നമുക്ക് എല്ലാവർക്കുള്ള സംശയമാണ്, ഈ സൈറ്റിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ഇൻകം കിട്ടുന്നത്, ഇവർ വല്ല തട്ടിപ്പാണോ കാര്യങ്ങളാണോ? അതുകൊണ്ട് തന്നെ അവർ കറക്റ്റായി നൽകുന്നുണ്ട് നമുക്ക് എങ്ങനെയാണ് അവർ ഇൻകം തരുന്നത്, എന്തൊക്കെ പ്ലാനാണ് അവരുടെ അടുത്തുള്ളതുണ്ട്. അവരൊന്നും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. അതായത് അവരുടെ ഉൽപ്പന്നവും കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ സൈറ്റ് വഴി വെക്കുന്നു. അതായത് നമുക്ക് കാണുന്ന 20 അഡ്വർടൈസ്മെൻറ്റിൽ നിന്ന് അവരുടെ ഓരോ പ്രൊഡക്റ്റും കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടും. പിന്നെ മറ്റുള്ളത് യൂട്യൂബ് അഡ്വർടൈസ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഈ അഡ്വർടൈസ്മെൻറ്റ് ഓരോ ക്ലിക്ക് ചെയ്യുമ്പോൾ ചില യൂട്യൂബ് പേജിലേക്ക് വരും, അത് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ അഡ്വർടൈസ്മെൻറ്റ് അതെല്ലാം അവിടെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ പൗസ് ചെയ്ത് ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. അതുപോലെ തന്നെ അടുത്തതായിട്ടുള്ളത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്. ഇത് വളരെ വ്യക്തമാണ്, കാരണം വെച്ചാൽ നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ആമസോണിൻ്റെയോ ഫ്ലിപ്കാർട്ടിൻ്റെയോ ഒരു പേജിലേക്കാണ് എത്തുന്നത്. അതിൽ നിന്ന് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് കമ്പനിക്ക് കമ്മീഷൻ കിട്ടുന്നുണ്ട്. ആ രീതികളാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലോഗിൻ സെക്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ യൂസർ നെയിമും അതുപോലെ തന്നെ പാസ്വേഡും അടിച്ചിട്ട് നമ്മുടെ സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുക. നമ്മുടെ സൈറ്റ് ഞാൻ പുതുതായി അപ്ഗ്രേഡ് ചെയ്തതിന് ശേഷമാണ് ഇത് പുതുതായി ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ അപ്ഗ്രേഡ് ചെയ്തതായിട്ടുള്ള പുതിയ ഓപ്ഷൻസാണ് ട്രൈ യുവർ ലക്ക്, അതുപോലെ ഗെറ്റ് ലക്ക് റിസൾട്ട്, നമ്മുടെ ടാസ്ക് വീണ്ടും കംപ്ലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷന്, അങ്ങനെ എല്ലാതും പുതുതായിട്ട് വന്നതാണ്. അതുപോലെ തന്നെ ന്യൂസ് അപ്ഡേറ്റ് ഫീൽഡും കാര്യങ്ങളൊക്കെ പുതുതായിട്ട് വന്നതാണ്. ഇവിടെ റെഫർ ലിങ്ക് നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് സെൻഡ് റെഫറൽ വാട്സപ്പിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വാട്സപ്പിലേക്ക് മറ്റുള്ളവരെ സെൻഡ് ചെയ്ത് റെഫർ ചെയ്യാൻ പറ്റും. പിന്നെ ജനറേറ്റ് ലിങ്കിൽ നിന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മളെ ലിങ്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് അതൊന്ന് ഇവിടെ
ഓൾ സെലക്ട് അടിച്ചിട്ട് ഒന്ന് കോപ്പി ചെയ്ത് മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ അണ്ടറിലേക്ക് മറ്റുള്ളവരെ ജോയിൻ ചെയ്യിപ്പിക്കാം. ഓക്കെ, അതുപോലെ തന്നെ പുതിയതായിട്ട് വന്ന ഇതാണ് ന്യൂസ് ഫീഡ്, ന്യൂസ് ആൻഡ് അപ്ഡേറ്റ്സ് പറഞ്ഞിട്ട് നമുക്ക് കമ്പനിയുടെ ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റും. പിന്നെ ഇന്നത്തെ അഡ്വർടൈസ്മെൻറ്റ് കാണാത്തോണ്ടാണ് പെൻഡിങ് നിന്നത്. 9 മണി ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് 1 മിനിറ്റ് മതി നമുക്ക് കാണാൻ. അപ്പോൾ എൻ്റെ എമൗണ്ട് കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് കാണാൻ വേണ്ടി എൻ്റെ മോർ ഇൻഫോയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനൊരു 4 അഡ്വർടൈസ്മെൻറ്റ് കാണാൻ ഉള്ള സമയം കാണിച്ചു തരാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ബാക്ക് അടിക്കുക. ആ വ്യൂ എന്നുള്ള ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ബാക്ക് അടിക്കുക. അവിടെ സീന്ന് വന്ന് നിങ്ങൾ ശ്രദ്ധിക്കാണ്ടില്ലേ, 4 അഡ്വർടൈസ്മെൻറ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാണ്. ആകെ ഇത്ര സമയമാണ് 4 അഡ്വർടൈസ്മെൻറ്റ് കാണാൻ വേണ്ടി. അങ്ങനെ 20 അഡ്വർടൈസ്മെൻറ്റ് കാണാൻ ആകെ 1 മിനിറ്റ് മതി. 1 മിനിറ്റ് വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് പോകാൻ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പേരുണ്ട്, പിന്നെ അഹമ്മദ് അമ്മി എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നേരെ ഡാഷ്ബോർഡിൽ പോകാനൊരു ഷോർട്ട് കട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ടീം എങ്ങനെയാണ്, നമ്മുടെ ആരൊക്കെയാണ് മണ്ടിലേക്ക് ജോയിൻ ചെയ്ത് നമ്മുടെ ടീമിനെ കാണാൻ പറ്റും. അവിടെ ടോട്ടൽ മൈ ടീം എന്നുള്ളതിൻ്റെ മോർ ഇൻഫോ എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ മൈ ടീം ലിസ്റ്റ് എന്ന് വന്നിട്ടുണ്ട്. ഈ ഫസ്റ്റ് ലെവൽ ലിസ്റ്റ് എന്നുള്ളത് നമ്മൾ ഡയറക്റ്റായി ജോയിൻ ചെയ്യിപ്പിച്ചതാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ലെവൽ എന്നുള്ളത് നമ്മൾ ആരൊക്കെ ജോയിൻ ചെയ്യിപ്പിച്ചോ അവർ ജോയിൻ ചെയ്യിപ്പിച്ചതാണ് സെക്കൻഡ് ലെവൽ. തേർഡ് ലെവൽ എന്നുള്ളത് ആ സെക്കൻഡ് ലെവൽക്കാർ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടാണ് തേർഡ് ലെവലിലുള്ള. അങ്ങനെ 7 ലെവൽ വരെയുള്ള ഇൻകം നമുക്ക് കിട്ടും. നമുക്ക് എത്ര പേരെ വേണമെങ്കിലും ഫസ്റ്റ് ലെവൽ ജോയിൻ ചെയ്യിപ്പിക്കാം. നമ്മൾ എത്ര പേരെ ജോയിൻ ചെയ്യിപ്പിക്കുന്നോ അവർ ഡെയിലി അഡ്വർടൈസ്മെൻറ്റ് കാണുന്നെങ്കിൽ നമുക്ക് ഡെയിലി ഇൻകം കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം പേര് ജോയിൻ ചെയ്യിപ്പിച്ചാൽ ഇൻകം കിട്ടുന്നതിൻ്റെ പെട്ടെന്ന് തന്നെ ഇൻകം കൂടി വരും. അപ്പോൾ നിങ്ങൾ മാക്സിമം പേരെ ജോയിൻ ചെയ്യിപ്പിക്കുക. ജോയിൻ ചെയ്യിപ്പിക്കുന്നതിൽ കൂടി തന്നെ അവരെ ഫോളോ അപ്പ് ചെയ്യുക. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ജോയിൻ ചെയ്യിപ്പിച്ച ഓരോ വ്യക്തിയുടെയും മൊബൈൽ നമ്പറും അവരുടെ പേരും ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ കോൺടാക്റ്റിൽ സേവ് ചെയ്തിരിക്കുക. അവിടെ ജസ്റ്റും പ്രസ് ചെയ്ത് പിടിച്ച് കോപ്പി അടിച്ചിട്ട് എന്നിട്ട് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്താൽ മതി. എൻ്റെ ഈ ഫോൺ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇവിടെ വരുന്നുണ്ട്. അവിടെ അങ്ങനെ വരുന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു നമ്പർ അടിച്ചിട്ട് അതൊന്ന് സെലക്ട് ചെയ്യുക, അവിടെ നിന്ന് പേസ്റ്റ് ചെയ്താൽ മതി. ഞാൻ ഓൾറെഡി ഇവരെ നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആഡ് എന്ന് ഇട്ടിട്ടാണ് ഓരോ പേര് സേവ് ചെയ്ത് കാരണം പെട്ടെന്നായിട്ട് ഈസി ആയിട്ട് അത് എടുക്കാനും വേണ്ടിയിട്ടാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു ഷോർട്ട് കൊടുത്ത് നിങ്ങൾ സേവ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇവരെല്ലാം അഡ്വർടൈസ്മെൻറ്റ് കണ്ടോ എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. ഈ സി എന്നുള്ളവിടുത്തെ ഇവരെല്ലാം പെൻഡിങ് ആണ്. കാരണം എല്ലാവരും ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ടില്ല. കാരണം രാവിലെയാണ്. ഇപ്പോൾ ഒരാൾ സി എന്ന് കാണിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം അഡ്വർടൈസ്മെൻറ്റ് കണ്ടു എന്നാണ്. അപ്പോൾ കാണാത്തവർ നമുക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കുക, അത് അല്ലെങ്കിൽ വിളിച്ചറിയിക്കുക. അപ്പോൾ നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഭാഗം ഇവിടെയാണ്. ആൾക്കാർ ഓരോ നമ്പർ സേവ് ചെയ്തിട്ട് അവരെ വിളിച്ച് അഡ്വർടൈസ്മെൻറ്റ് കാണാൻ പറയുക, അല്ലെങ്കിൽ കമ്പനിയെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കുക. നമ്മൾ ഇനി മറ്റുള്ളവരെ റെഫർ ചെയ്തില്ലെങ്കിൽ പോലും ഡെയിലി അഡ്വർടൈസ്മെൻറ്റ് കാണുന്നതിന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നമ്മൾ പെൻഡിങ് എന്നുള്ള മോളിൽ സെലക്ട് ചെയ്ത് പെൻഡിങ് എടുത്താൽ ആരൊക്കെയാണ് അഡ്വർടൈസ്മെൻറ്റ് കാണാത്ത മാത്രം സെലക്ട് ആയി കിട്ടും. നോൺ ആക്റ്റീവ് എന്ന് എടുത്താൽ നമ്മൾ ആരാണ് ആക്റ്റീവ് ചെയ്യാത്തത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ആക്റ്റീവ് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ അത് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാത്തവരാണ്. ഇന്ത്യയിൽ ആകെ ഒരാൾ മാത്രമാണ് കംപ്ലീറ്റ് ചെയ്യാത്തുള്ളൂ ഫസ്റ്റ് ലെവല്. ഓക്കെ, പിന്നെ സെക്കൻഡ് ലെവൽ നമ്മൾ ഇവരെല്ലാം ജോയിൻ ചെയ്യിപ്പിച്ചതാണ്. ഞാൻ ആകെ 16 പേരെ ഫസ്റ്റ് ലെവൽ ജോയിൻ ചെയ്യിപ്പിച്ചുള്ളൂ. എന്നാൽ സെക്കൻഡ് ലെവലിൽ 92ഓളം പേരുണ്ട്. പിന്നെ തേർഡ് ലെവലിൽ 95ഓളം പേരുണ്ട്. ഇവരെല്ലാം ഇതിന് കാരണം ഞാൻ ജോയിൻ ചെയ്യിപ്പിച്ച ഓരോ വ്യക്തിയെയും ഞാൻ ഫോളോ അപ്പ് ചെയ്തിട്ടാണ് അവരോട് വർക്ക് ചെയ്യാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ അവരോട് ഡെയിലി അഡ്വർടൈസ്മെൻറ്റ് കാണാൻ പറയാം. നമ്മളാരെയും ജോയിൻ ചെയ്യിപ്പിച്ചുകൊണ്ട് മാത്രം കാര്യമല്ല, അവരെ നിങ്ങൾ ഡെയിലി അഡ്വർടൈസ്മെൻറ്റ് കാണാൻ അവരോട് പറയണം. കാരണം നമുക്ക് ഡെയിലി അഡ്വർടൈസ്മെൻറ്റ് കാണുമ്പോഴാണ് നമുക്ക് നമ്മുടെ അണ്ടറിൽ കാണുന്നവരോട് ഇങ്ങനെ നമുക്ക് കിട്ടുന്നത് നമ്മൾ കൂടി കാണുമ്പോഴാണ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ആ ഡാഷ്ബോർഡിലേക്ക് തിരിച്ചു പോകുന്നു. അതിന് വേണ്ടിയിട്ട് എൻ്റെ പേരിൽ ക്ലിക്ക് ചെയ്യും. ഇപ്പോൾ സൈറ്റ് ചെറിയ സ്ലോ ഉണ്ട്. അതിൻ്റെ നെറ്റ് അല്പം സ്ലോ ആണ്. അപ്പോൾ അതാണ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് എടുക്കുന്നത്. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും നമുക്ക് മറ്റുള്ളവരെ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് മൈ അക്കൗണ്ട് സെലക്ട് ചെയ്യുക. അവിടെ ഇ വാലറ്റ്, അതുപോലെ തന്നെ B2 റീചാർജ് അവിടെ കാണുന്ന അതിലൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ സൈറ്റ് അല്പം സ്ലോ ആയതുകൊണ്ടാണ്. ഇപ്പം ഇ വാലറ്റ് എന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് വന്നു ട്രാൻസ്ഫർ ടു B2R, അതുപോലെ ട്രാൻസ്ഫർ ടു പേപ്പാൽ, ട്രാൻസ്ഫർ ടു ബാങ്ക്, ഈ മൂന്നിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ എമൗണ്ട് അടിച്ചിട്ട് നമ്മൾ ട്രാൻസ്ഫറും ജസ്റ്റ് അടിച്ചാൽ നമ്മളെ B2R ആപ്പിലേക്ക് നമ്മുടെ എമൗണ്ട് പോകും. അതിൽ നിന്ന് നമുക്ക് മൊബൈലിലേക്ക് റീചാർജ് ചെയ്യാൻ, അല്ലെങ്കിൽ DTH ഒക്കെ റീചാർജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. നമുക്ക് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നമ്മുടെ ഇൻഫർമേഷൻ കൊടുക്കേണ്ടത് നമ്മുടെ പ്രൊഫൈലിൽ നിന്ന്, ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ കാണാം, പ്രൊഫൈൽ എന്നുള്ള സ്ഥലത്താണ്. അവിടെ ഇപ്പോൾ എൻ്റെ ട്രാൻസ്ഫർ ഇൻഫർമേഷൻ ആയതുകൊണ്ട് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ നിങ്ങൾ കൊടുക്കുക. നമുക്ക് ഒരു അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യേണ്ട, അതായത് അക്കൗണ്ട് നമ്പർ, അത്യാവശ്യമുള്ള ഡീറ്റെയിൽസ് മാത്രമേ അവിടെ കൊടുക്കേണ്ടതായിട്ടുള്ളൂ.
വിഷയമൊന്നും അവിടെ വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഏകദേശം ഇത്രയുള്ള കാര്യങ്ങൾ. വളരെ അടിപൊളി ആപ്പാണ്. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് എല്ലാവരും ഫോളോ അപ്പ് ചെയ്യുക. സോഷ്യൽ ആഡ് വേൾഡിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഇനിയും അറിയാൻ വേണ്ടിയിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലുള്ള കൂടുതൽ ട്രിക്കും കാര്യങ്ങളും ഇതിൽ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ കൂടുതൽ മണി മേക്കിംഗ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ.